നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി കൂടിക്കാഴ്ചയ്ക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഈ മാസം 15-ന് US-ൽ വെച്ച് ഇരു നേതാക്കന്മാരും കൂടിക്കാഴ്ച നടത്തിയ സംഭവമൊക്കെ നമ്മൾ അറിഞ്ഞതാണ്. ലോകം ആകാംക്ഷയോടെ ഉറ്റുനോക്കിയ ഒരു കൂടിക്കാഴ്ചയായിരുന്നു പുടിൻ്റെയും അതുപോലെ തന്നെ ട്രംപിൻ്റെയും കൂടിക്കാഴ്ച. പല കാര്യങ്ങളും നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകുമെന്ന് കരുതി, പക്ഷേ യാതൊരു തീരുമാനവുമാകാതെ ഇരു നേതാക്കന്മാരുടെയും കൂടിക്കാഴ്ച അവസാനിച്ചു എന്നതും ഏറ്റവും ശ്രദ്ധേയം. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. പുടിൻ അമേരിക്കയിൽ എത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന അംഗരക്ഷകരെ ഒരു പ്രത്യേക ദൗത്യം പുടിനെ ഏൽപ്പിച്ചിരുന്നു. അതായത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ്റെ മലമൂത്ര വിസർജ്യം പ്രത്യേക ബാഗിൽ ശേഖരിച്ച് റഷ്യയിൽ തന്നെ തിരിച്ചു കൊണ്ടുപോവുക. അമേരിക്കയിൽ അല്ലെങ്കിൽ അമേരിക്കയുടെ മണ്ണിൽ അത് വേണ്ട, അത് റഷ്യയിൽ തന്നെ അത് തിരിച്ചെത്തണം എന്ന രീതിയിലുള്ളൊരു നിർദ്ദേശം തൻ്റെ അംഗരക്ഷകരെ അദ്ദേഹം ഏൽപ്പിച്ചിരുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അലാസ്കയിലെ ആങ്കറേജിലുള്ള ജോയിന്റ് ബോസ് എൽമൻഡോർഫ് റിച്ചാർഡ്സിൽ ആയിരുന്നു ട്രംപ് പുടിൻ ചർച്ച നടന്നത്. അലാസ്കയിലെത്തിയ അദ്ദേഹം വളരെ ഒരു നിർണായകമായ ചർച്ചകളൊക്കെ നടന്നു. അതിനുശേഷമാണ് ഈ ഒരു സംഭവം, അതായത് ഈ രാജ്യത്തെത്തിയ അലാസ്കയിലെത്തിയ ശേഷമുള്ള തൻ്റെ മലമൂത്ര വിസർജ്യം അത് അമേരിക്കയിൽ ഉപേക്ഷിക്കാതെ അത് തിരിച്ച് റഷ്യയിലേക്ക് തന്നെ കൊണ്ടുപോകണം എന്ന രീതിയിലുള്ള ഒരു തീരുമാനമായിരുന്നു എടുത്തത്. ഫ്രഞ്ച് പ്രസിദ്ധീകരണമായ പാരീസ് മാച്ചിലെ അന്വേഷണാത്മക പത്രപ്രവർത്തകരെ ഉദ്ധരിച്ച് ചില റിപ്പോർട്ടുകൾ പുറത്തുവിട്ടിട്ടുണ്ട്. ഇതിന് പ്രകാരമാണ് പുടിൻ്റെ മലമൂത്ര വിസർജ്യം ഉൾപ്പെടെയുള്ള മാലിന്യം പ്രത്യേക ബാഗുകളിൽ ശേഖരിച്ച് ഇതിനായി മാത്രം ഉപയോഗിക്കുന്ന സ്യൂട്ട് കേസുകളിൽ മോസ്കോയിലേക്ക് തിരികെ എത്തിക്കുക എന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. റഷ്യൻ പ്രസിഡന്റിന്റെ ഫെഡറൽ പ്രൊട്ടക്ഷൻ സർവീസിലെ അംഗങ്ങൾക്കായിരുന്നു ഈ ചുമതല ഏൽപ്പിച്ചത്. 72-കാരനാണ് പുടിൻ. അദ്ദേഹത്തിന്റെ മലമൂത്ര വിസർജ്യത്തിന്റെ സാമ്പിളുകൾ വിദേശ രാജ്യങ്ങൾ പരിശോധന നടത്തി അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നേടുന്നത് തടയുക. ഇതാണ് ഇതിലൂടെ ലക്ഷ്യമിട്ടത്. അതായത് മലമൂത്ര വിസർജ്യം ഈ അമേരിക്കയിലുള്ള അധികൃതർ എടുത്ത് പരിശോധിച്ച് എന്തൊക്കെ രോഗങ്ങൾ പുടിനുണ്ട്, അല്ലെങ്കിൽ പുടിൻ്റെ രോഗാവസ്ഥ അതുപോലെ തന്നെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കും. അപ്പോൾ അത്തരത്തിൽ ആരോഗ്യ സംബന്ധമായിട്ടുള്ള വിവരങ്ങൾ മറ്റൊരു രാജ്യം മനസ്സിലാക്കിയാൽ അത് എത്രത്തോളം ഒരു ബുദ്ധിമുട്ടാണ് ആ റഷ്യൻ പ്രസിഡന്റ് ഉണ്ടാക്കുക എന്നത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് തടയുക എന്ന ലക്ഷ്യത്തോടെ ആയിരുന്നു ഇത്തരത്തിൽ തൻ്റെ മലമൂത്ര വിസർജ്യം അമേരിക്കയിൽ നിന്നും റഷ്യയിലേക്ക് എത്തിക്കാനുള്ള തീരുമാനം എടുത്തത്. അദ്ദേഹത്തിന്റെ അംഗരക്ഷകർ വർഷങ്ങളായി പിന്തുടരുന്ന സുരക്ഷാ നടപടിയാണ് ഇതെന്നാണ് റിപ്പോർട്ടുകൾ. അദ്ദേഹം ഏത് രാജ്യം സന്ദർശിച്ചാലും തൻ്റെ മലമൂത്ര വിസർജ്യം അത് തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് തന്നെ കൊണ്ടുവരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2017-ൽ പുടിൻ്റെ ഫ്രാൻസ് സന്ദർശനം മുതൽ തുടരുന്ന നടപടിയാണിത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2018-ൽ പുടിൻ വിയന്ന സന്ദർശിച്ചിരുന്നു. അത്തരമൊരു സുരക്ഷാ നടപടി അന്ന് ഉണ്ടായിരുന്നു എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത്. ഏതാനും വർഷങ്ങളായി പുടിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നിരവധി അഭ്യൂഹങ്ങളാണ് ശക്തമായിട്ടുള്ളത്. എന്തായാലും ഒരുപാട് രോഗങ്ങൾ പുടിനുണ്ട് എന്നും ഇടയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്താണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യ പ്രശ്നം, അദ്ദേഹത്തിനുള്ള രോഗങ്ങൾ എന്തൊക്കെയാണ്, അദ്ദേഹത്തിൻ്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണ്? നമുക്കറിയാം, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയുടെ വ്യക്തിപ്രഭാവം, ലോകത്തിന് എന്തുമാത്രം ഭയമാണ് ആ വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു യുദ്ധക്കുതിയനായ വ്യക്തി എന്ന രീതിയിൽ വരെ വിശേഷണം ചാർത്തപ്പെട്ട അത്രയും ശക്തനായ ഒരു നേതാവ്, ആ വ്യക്തിയുടെ ബലഹീനതകൾ, അതായത് അദ്ദേഹത്തിന് മൈനസ് പോയിന്റുകൾ അല്ലെങ്കിൽ അദ്ദേഹത്തെ കീഴ്പ്പെടുത്താൻ പാകത്തിനുള്ള ചില സൂചനകൾ അത് മറ്റൊരു വ്യക്തിക്ക് അല്ലെങ്കിൽ മറ്റൊരു രാജ്യത്തിന് കിട്ടരുതെന്ന ലക്ഷ്യം അത് ആ ഒരു സുരക്ഷാ നടപടിയുമായി ബന്ധപ്പെട്ടുണ്ട്. എന്നാലും വിചിത്രമായ ഒരു ആചാരം എന്ന് തന്നെ നമുക്ക് കരുതാം. താൻ സന്ദർശിക്കുന്ന രാജ്യത്ത് തന്നെ മലമൂത്ര വിസർജനം പോലും ഉപേക്ഷിക്കാതെ അത് ആ രാജ്യത്തുള്ളവർ മറ്റു കാര്യങ്ങളും തൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അറിയരുതെന്ന ഉദ്ദേശത്തോടെ അതുപോലും തിരിച്ച് സ്വന്തം നാട്ടിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള സുരക്ഷാ നടപടി അക്ഷരാർത്ഥത്തിൽ അമ്പരപ്പിക്കുന്നത് തന്നെയാണ്. അതേസമയം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഫോണിൽ സംസാരിച്ചു. പുടിൻ വിളിച്ചെന്നും അലാസ്കയിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി നടത്തിയ ചർച്ചയെപ്പറ്റി സംസാരിച്ചു എന്നുമാണ് പ്രധാനമന്ത്രി എക്സിലൂടെ അറിയിച്ചിരിക്കുന്നത്. ചർച്ചയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചതിന് പുടിന് മോദി നന്ദി അറിയിച്ചു. യുക്രൈനിൽ സമാധാനമായ പരിഹാരമാണ് ഇന്ത്യ എപ്പോഴും ആവശ്യപ്പെടുന്നത്. അതിനുള്ള എല്ലാ ശ്രമങ്ങളെയും പിന്തുണയ്ക്കുന്നുവെന്നും അദ്ദേഹത്തെ അറിയിച്ചുവെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. വരും ദിവസങ്ങളും ഇക്കാര്യങ്ങളിൽ ചർച്ച തുടരുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും മോദി എക്സിൽ കുറിച്ചു. വൈറ്റ് ഹൌസിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ട്രംപുമായി കൂടിക്കാഴ്ച നടത്തുന്നതിന് തൊട്ടു മുമ്പായിരുന്നു പുടിൻ മോദി
മോദിയെ വിളിച്ചത്. ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സവിശേഷവും തന്ത്രപ്രധാനവുമായ പങ്കാളിത്തവും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തലും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇരു നേതാക്കളും സംസാരിച്ചു. ട്രംപിന്റെ ഇരട്ട തീരുവയ്ക്ക് പിന്നാലെ ഇന്ത്യ-US ബന്ധത്തിൽ ഉലച്ചിലുണ്ടായ സാഹചര്യത്തിൽ റഷ്യൻ പ്രസിഡന്റിന്റെ ഫോൺ വിളിക്ക് രാഷ്ട്രീയ പ്രാധാന്യം ഏറെയുണ്ടായിരുന്നു. ഓഗസ്റ്റ് 15-ന് ട്രംപും പുടിനും തമ്മിൽ അലാസ്കയിൽ നടന്ന ചർച്ച. ആ ചർച്ചയിൽ റഷ്യ-യുക്രൈൻ സംഘർഷമാണ് പ്രധാന വിഷയമായത്. ഈ റഷ്യ-യുക്രൈൻ സംഘർഷം അത് ഉടൻ അവസാനിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് പുടിൻ തിരിയപ്പെടും എന്നൊക്കെ കരുതിയിരുന്നു. പക്ഷേ എല്ലാം അസ്ഥാനത്തായിപ്പോയി. പ്രധാന പ്രഖ്യാപനങ്ങളോ തീരുമാനങ്ങളോ ഉണ്ടായില്ല. പക്ഷേ ചർച്ച ക്രിയാത്മകമായിരുന്നു എന്നാണ് റഷ്യൻ പ്രസിഡന്റ് തന്നെ പ്രതികരണം അറിയിച്ചത്. അലാസ്ക ചർച്ച വിജയകരമായാൽ ഇന്ത്യക്ക് മേൽ US ചുമത്തിയ അധിക തീരുവ പിൻവലിക്കുമെന്ന് ഉൾപ്പെടെയുള്ള നിരീക്ഷണങ്ങളൊക്കെ ആ സമയം ശക്തമായിരുന്നു. റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് എണ്ണ വാങ്ങുന്നുവെന്ന കാരണം പറഞ്ഞാണ് ട്രംപ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് നിലവിലുണ്ടായിരുന്ന 25% പുറമെ 25% അധിക നികുതി ചുമത്തിയത്. അലാസ്കയിലെ ഉച്ചകോടിയിലേക്കായിരുന്നു ലോകം അന്ന് ഉറ്റുനോക്കിയത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് പ്രതീക്ഷിച്ച പോലെ വലിയ ചലനമൊന്നും കൊണ്ടുവരാൻ കഴിഞ്ഞില്ല എന്നാണ് നിലവിലുള്ള ഒരു നിഗമനം. അലാസ്ക ഉച്ചകോടിയിൽ വലിയ പുരോഗതി ഉണ്ടായതായി ട്രംപ് അവകാശപ്പെട്ടു. പക്ഷേ യുക്രൈനെതിരായ റഷ്യയുടെ യുദ്ധം അവസാനിപ്പിക്കാൻ ഒരു കരാറിലും എത്തിയിട്ടില്ല എന്നും അദ്ദേഹം സമ്മതിക്കുകയുണ്ടായി. പുടിന്റെ പ്രത്യേക സൈനിക നടപടിയുടെ യഥാർത്ഥ ലക്ഷ്യം യുക്രൈനെ ഒരു സ്വതന്ത്ര രാഷ്ട്രമെന്ന നിലയിൽ തകർക്കുക എന്നതാണ്. ഇതിനെതിരെ 3.5 വർഷത്തെ ശ്രമങ്ങൾ, അതൊന്നും പുടിന്റെ മനസ്സ് മാറ്റിയില്ല. കീഴടങ്ങുന്നതുവരെ, ആ ശ്രമങ്ങൾ തകർക്കുന്നതുവരെ യുദ്ധം തുടരുമെന്ന രീതിയിൽ തന്നെയാണ് പുടിനായിരിക്കുന്നത്. അതിലിനി അലാസ്ക ഉച്ചകോടിയും, അതായത് പലരും ശ്രമിക്കുന്നുണ്ട് ഈ യുക്രൈൻ റഷ്യ യുദ്ധം തുടങ്ങിയതിന് ശേഷം ഇതൊന്ന് അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ ഒരു സമവായത്തിലേക്ക് എത്തിക്കാൻ പലരും പരിശ്രമിക്കുന്നു. ശ്രമങ്ങളൊക്കെ പരാജയപ്പെടുന്നു. ആ പരാജയപ്പെട്ട കൂട്ടത്തിലേക്ക് അലാസ്ക ഉച്ചകോടിയും ഉൾപ്പെടുകയാണ്. കാരണം അലാസ്ക ഉച്ചകോടിയിലും ഈ കാര്യം സംസാരിച്ചുവെങ്കിലും യുക്രൈൻ റഷ്യ യുദ്ധവുമായി ബന്ധപ്പെട്ട് യാതൊരു തീരുമാനത്തിലേക്കും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അതൊരു പരാജയമായിരുന്നു എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്നതാണ്. ആ ശ്രമവും പരാജയപ്പെട്ടിരിക്കുന്നു. ഇനി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ മനസ്സ് മാറ്റുന്ന, അല്ലെങ്കിൽ യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുക എന്ന തീരുമാനത്തിലേക്ക് അദ്ദേഹത്തെ നയിക്കാൻ എന്ത് അത്ഭുതമാണ് സംഭവിക്കാൻ പോകുന്നതെന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പാശ്ചാത്യ രാജ്യങ്ങൾ നൽകിയ സമയപരിധികൾ ഒരു ഫലവും കാണാതെ പോയി. ഒരിക്കലും നടപ്പാക്കാത്ത ഭീഷണി, പുടിന്റെ ആക്രമണം തുടരാനുള്ള ഒരു ക്ഷണം, അങ്ങനെയാണ് യുക്രൈൻ ജനത ഇത് കാണുന്നത്. അലാസ്കയിലെ ചർച്ചയും പുരോഗതി ഇല്ലാതായതോടെ പ്രതീക്ഷകളൊക്കെ നഷ്ടമായിരിക്കുകയാണ്. റഷ്യയുടെ യുക്രൈനെതിരായ 3.5 വർഷത്തെ വെടിനിർത്തൽ കരാറായിരുന്നു ട്രംപിന്റെ ലക്ഷ്യം. ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ സംഭവിച്ചത് എന്തൊക്കെയെന്നതിന്റെ പൂർണ്ണ ചിത്രം വ്യക്തമല്ല. പക്ഷേ കൂടിക്കാഴ്ചയിൽ പുടിൻ മേൽക്കൈ നേടി എന്നതടക്കമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അലാസ്കയുടെ തലസ്ഥാനമായ ആങ്കറേജിലെ എൽമൺഡോർഫ് റിച്ചാർഡ്സൺ സൈനിക താവളത്തിൽ ആയിരുന്നു 2 നേതാക്കന്മാരും തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയത്. ശീതയുദ്ധം മുതൽ US റഷ്യ ബന്ധങ്ങളുടെ സങ്കീർണവും നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്നതാണ്. സഹകരണം, സംഘർഷം, ചർച്ചകൾ, അവിശ്വാസം എന്നിവയുടെ നീണ്ട ചരിത്രത്തിലെ ഏറ്റവും വലിയ അധ്യായമായി അലാസ്ക ഉച്ചകോടി മാറി. പുടിൻ ലോകവേദിയിലേക്ക് തിരികെ എത്തുമ്പോൾ അലാസ്കയിലെ ആകാശം മേഘാവൃതമായിരുന്നു. ചുവന്ന പരവതാനി വിരിച്ചാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പുടിനെ സ്വീകരിച്ചത്. അടുത്തെത്തിയ പുടിനെ ട്രംപ് പുഞ്ചിരിയോടെ സ്വീകരിച്ചു. 2022-ൽ മോസ്കോ യുക്രൈനിൽ പൂർണ്ണ തോതിലുള്ള അധിനിവേശം തുടങ്ങിയതിനു ശേഷം മിക്ക പാശ്ചാത്യ രാജ്യങ്ങളും അദ്ദേഹത്തെ അകറ്റി നിർത്തിയിരിക്കുകയായിരുന്നു. ശേഷമുള്ള അദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര യാത്രകൾ റഷ്യൻ ഫെഡറേഷനുമായി സൗഹൃദമുള്ള രാജ്യങ്ങളിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരുന്നു. പുടിനെ സംബന്ധിച്ചിടത്തോളം ആ നിമിഷത്തിന് വിലയുണ്ട്. കാരണം യുക്രൈൻ വിഷയത്തിൽ നിരോധനങ്ങളിൽപ്പെട്ട് ഒറ്റപ്പെട്ടിരിക്കുക റഷ്യ. മാത്രമല്ല അദ്ദേഹത്തിന് അറസ്റ്റ് വാറണ്ടുമുണ്ട്. ഈ ഒരു റഷ്യ ഒറ്റപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ റഷ്യയെ എല്ലാവരും ഒറ്റപ്പെടുത്തിയിരിക്കുന്നു എന്ന വാദങ്ങൾ നിലനിൽക്കവെയാണ് അമേരിക്ക എന്നപോലെ വമ്പൻ ശക്തമായിരുന്ന ഒരു രാജ്യത്തിലേക്ക് പുടിൻ ചെല്ലുന്നത്. അമേരിക്കയുമായി ബന്ധമുണ്ട്, അല്ലെങ്കിൽ അമേരിക്കയുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്ന തെളിയിക്കുന്നത് കൂടിയായി ആ സന്ദർശനം മാറിയിരിക്കുകയാണ്. മാത്രമല്ല യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി അമേരിക്കയിൽ എത്തിയപ്പോൾ അപമാനിതനായി തിരിച്ചുപോയതും, വ്ളാഡിമിർ പുടിൻ അവിടെ എത്തിയപ്പോൾ അദ്ദേഹത്തിന് രാജകീയ വരവേൽപ്പ് കിട്ടിയതും, ഇത് രണ്ടും ചേർത്ത് വായിക്കേണ്ട കാര്യം കൂടിയാണ്. സ്വന്തം സുഹൃത്തിനെ പോലെ അമേരിക്കൻ മണ്ണിലേക്ക് തനിക്ക് കിട്ടിയ സ്വാഗതം അതങ്ങനെ നിസ്സാരമായി കാണാൻ കഴിയില്ല. പ്രസിഡൻഷ്യൽ സ്റ്റേറ്റ് കാറിൽ സഞ്ചരിക്കുന്നതിന് പകരം പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ട് പുടിൻ ട്രംപിനൊപ്പം അമേരിക്കൻ പ്രസിഡൻഷ്യൽ ലിമോസിനായ ദി ബീസ്റ്റ് എന്ന വാഹനത്തിൽ കയറി. വാഹനം മുന്നോട്ട് നീങ്ങിയപ്പോൾ പിൻസീറ്റിൽ ഇരുന്ന് ചിരിക്കുന്ന പുടിനെ ക്യാമറ കണ്ണുകൾ ഒപ്പിയെടുത്തു. നമ്മളത് കണ്ടതാണ്, ലോകം അത് കണ്ടതാണ്. പുടിനെ വിമാനത്താവളത്തിൽ ട്രംപ് സ്വീകരിക്കുമ്പോൾ ഒരു B-2 ബോംബർ, 4 വിധം F-22, F-35 വിമാനങ്ങളും റൺവേക്ക് മുകളിലൂടെ അകമ്പടിയായി പറന്നിരുന്നു. യുദ്ധവിമാനങ്ങൾ പറത്തി അമേരിക്കയുടെ സൈനിക ശക്തി തെളിയിക്കാനുള്ള ട്രംപിന്റെ ശ്രമമായി ഇതിനെ വ്യാഖ്യാനിക്കാവുന്നതാണ്. ട്രംപുമായി കൂടിക്കാഴ്ച നടത്താൻ അമേരിക്കയിലെത്തിയ സെലൻസ്കി നേരിട്ടത് കടുത്ത അപമാനം
തീരുമാനമായിരുന്നു. ട്രംപ് പുടിനെ സ്വീകരിച്ചത് രാജകീയമായിട്ടായിരുന്നു എന്നതും രണ്ട് കാര്യങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യസ്തത പുലർത്തുന്നുണ്ട്. കടുത്ത വെല്ലുവിളികൾക്കും വിവാദങ്ങൾക്കും ഒടുവിലാണ് ഇത്തരമൊരു കൂടിക്കാഴ്ച നടന്നത്. അതുകൊണ്ട് തന്നെ ആ ഉച്ചകോടി വിജയത്തിലെത്തിക്കുക എന്നത് ട്രംപിന്റെ കൂടി ആവശ്യമായിരുന്നു. പക്ഷേ പ്രത്യേക കരാറുകളൊന്നും ഇല്ലാതെയാണ് ട്രംപിന് മടങ്ങേണ്ടി വന്നത്. മാത്രമല്ല യുക്രൈൻ വിഷയത്തിലും ഒരു തീരുമാനമായിട്ടില്ല. ഉച്ചകോടിയിൽ പുടിൻ തന്റെ നിലപാടുകളിലും വാദങ്ങളും ഉറച്ചു നിന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഉച്ചകോടി എന്ന് വിശേഷിപ്പിക്കേണ്ട യോഗത്തിൽ 2 റൗണ്ട് ചർച്ചകൾ ഉണ്ടാകുമെന്നായിരുന്നു കരുതിയത്. പക്ഷേ ആദ്യ റൗണ്ട് ചർച്ചയ്ക്ക് ശേഷം തന്നെ ആ ഒരു കൂടിക്കാഴ്ച അവസാനിക്കുന്ന സാഹചര്യമുണ്ടായി. കൂടിക്കാഴ്ചയ്ക്ക് ശേഷം രണ്ടുപേരും മാധ്യമങ്ങളോട് സംസാരിച്ചു. തന്റെ 25 വർഷത്തെ പ്രസിഡന്റ് ഭരണത്തിൽ മാധ്യമ സ്വാതന്ത്ര്യത്തെ വകവയ്ക്കാത്ത വ്യക്തിയാണ് പുടിൻ. എന്നിട്ടും അലാസ്കയിൽ മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾ കേട്ടുനിന്നു. ത്രിരാഷ്ട്ര ഉച്ചകോടിക്കായി പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ കാണാൻ പുടിൻ തയ്യാറാകുമോ എന്ന ചോദ്യം ഉയർന്നു. പക്ഷേ നിഗൂഢമായ ഒരു പുഞ്ചിരിയാണ് അതിന് മറുപടിയായിട്ട് റഷ്യൻ പ്രസിഡന്റ് നൽകിയത്. 12 മിനിറ്റ് നീണ്ടുനിന്ന സംയുക്ത വാർത്താ സമ്മേളനം ഹ്രസ്വമായിട്ടുള്ള പ്രസ്താവനകൾ മാത്രമേ ഇരു നേതാക്കന്മാരുടെ ഭാഗത്തുനിന്നും ഉണ്ടായുള്ളൂ. 8 മിനിറ്റ് മാത്രമാണ് പുടിൻ സംസാരിച്ചത്. പുടിൻ സംസാരിച്ചപ്പോഴും റഷ്യ യുക്രൈൻ സംഘർഷത്തിന്റെ മൂലകാരണത്തെക്കുറിച്ചായിരുന്നു കൂടുതലും സംസാരിച്ചത്. അത് പരിഹരിച്ചാൽ മാത്രമേ ശാശ്വത സമാധാനം കൈവരിക്കുകയുള്ളൂ എന്നും പുടിൻ മുന്നറിയിപ്പ് നൽകി. ട്രംപ് 2023 അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്നെങ്കിൽ യുദ്ധം സംഭവിക്കില്ലായിരുന്നുവെന്ന് പുടിൻ പറഞ്ഞു. പക്ഷേ കരാറുകളൊന്നും ഉണ്ടായില്ലെങ്കിലും ഉച്ചകോടി അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഫലപ്രദമായിരുന്നു എന്നതിന്റെ തെളിവായിട്ട് ഇത് മാറിയിരിക്കുകയാണ്. അതായത് അമേരിക്കയും റഷ്യയും തമ്മിലുള്ള ഒരു ബന്ധത്തിന് അത് വലിയൊരു മുതൽക്കൂട്ടായി ഈ ഒരു കൂടിക്കാഴ്ച മാറി എന്ന കാര്യം നമുക്ക് തിരസ്കരിക്കാനാകില്ല. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.